നമസ്കാരം. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബീഹാറിൽ മഹാവിജയം സ്വന്തമാക്കിയിരിക്കുന്നു NDA. അതിനുശേഷം പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിൽ കോൺഗ്രസിനും RJDക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഇന്നത്തെ വാർത്താദിനത്തിൽ പുറത്തുവന്ന ശ്രദ്ധേയമായ വാർത്തകൾ, രാഷ്ട്രീയ പ്രതികരണങ്ങൾ, ചില ബ്രേക്കിംഗ് റിപ്പോർട്ടുകൾ, ഇതൊക്കെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഇനിയുള്ള 1.5 മണിക്കൂർ സമയമെത്തും. ആദ്യ റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ ഒരുങ്ങുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത FIR ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ED ഹർജി നൽകിയിരിക്കുകയാണ്. പ്രഥമ ദൃഷ്ട്യാ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം നിലനിൽക്കും എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിലയിരുത്തൽ. ആദ്യ റിപ്പോർട്ടിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ FIR ആവശ്യപ്പെട്ട റാന്നി കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും EDയുടെ ആവശ്യം കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ച് വ്യക്തിപരമായ നേട്ടത്തിന് ഉപയോഗിച്ചു. ഇതിലൂടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്നാണ് EDയുടെ പ്രാഥമികമായ വിലയിരുത്തൽ. പ്രത്യേക അന്വേഷണ സംഘം അഴിമതി നിരോധന നിയമം ചുമത്തിയ പശ്ചാത്തലത്തിൽ EDയുടെ ഹർജിക്ക് പ്രാധാന്യമേറും. FIR ലഭ്യമായാൽ ECIR രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കും. ED അന്വേഷണം ആരംഭിച്ചാൽ പുതിയ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കൂടി ശബരിമല സ്വർണ്ണക്കൊള്ള വഴിമാറും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ചൊവ്വാഴ്ച ജാമ്യഹർജി പരിഗണിക്കുന്നതുവരെയാണ് അറസ്റ്റ് തടഞ്ഞത്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ചെങ്കോട്ട സ്ഫോടന കേസിലെ സൂത്രധാരനെ ജമ്മുകശ്മീരിലെ വീട് തകർത്ത് സുരക്ഷാ സേന. സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ ഉമർ നബിയുടെ പുൽവാമയിലെ വീടാണ് തകർത്തത്. അതിനിടെ നല്ല നിലവാരം പുലർത്തുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി അൽഫല സർവകലാശാലയുടെ അംഗത്വം അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് റദ്ദാക്കി. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഹ്യുണ്ടായി i20 കാർ ഓടിച്ചിരുന്നത് ഡോക്ടർ ഉമർ നബിയായിരുന്നു. സ്ഫോടന സ്ഥലത്തുനിന്ന് ശേഖരിച്ച DNA സാമ്പിളുകൾ ഡോക്ടർ ഉമർ നബിയുടെ അമ്മയുടേതുമായി ഒത്തുനോക്കിയാണ് ഇയാളെ തിരിച്ചറിഞ്ഞത്. ഇതിന് പിന്നാലെയാണ് പുൽവാമയിലെ വീട് തകർത്തത്. പഠനത്തിൽ മിടുക്കനായിരുന്ന ഡോക്ടർ ഉമർ നബി കഴിഞ്ഞ 2 വർഷത്തിനിടെയാണ് തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടത്. നിരവധി തീവ്രവാദ മെസ്സേജിംഗ് ഗ്രൂപ്പുകളിലും ഇയാൾ അംഗമായിരുന്നു. സ്ഫോടനം നടന്ന തലേദിവസം ഫരീദാബാദിൽ നിന്ന് യാത്ര തിരിച്ചതു മുതൽ സ്ഫോടനം നടപ്പിലാക്കുന്നതുവരെയുള്ള ഉമർ നബിയുടെ നീക്കങ്ങൾ 50-ലധികം CCTV ക്യാമറ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഡൽഹി പോലീസ് പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. തുടരന്വേഷണത്തിൽ ജമ്മുകശ്മീരിൽ നിന്നുള്ള ഒരു മെഡിക്കൽ കോളേജ് പ്രൊഫസറെ കൂടി ഏജൻസികൾ അറസ്റ്റ് ചെയ്തു. UP ഹാപ്പൂരിലെ GS മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ഫാറൂഖിനെയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. നിലവിൽ ദുബായിലുണ്ടെന്ന് കരുതുന്ന മറ്റൊരു കശ്മീരി ഡോക്ടർക്കെതിരെയും ജമ്മുകശ്മീർ പോലീസ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു. ഇയാളുടെ സഹോദരൻ നേരത്തെ അറസ്റ്റിലായിരുന്നു. കേസുമായി ബന്ധമുള്ള നിരവധി പ്രതികൾ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്ത ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയുടെ അംഗത്വം അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് റദ്ദാക്കി. അസോസിയേഷന്റെ പേരോ ലോഗോയോ ഉപയോഗിക്കാനും സർവകലാശാലയ്ക്ക് ഇനി അനുമതിയില്ല. കശ്മീർ താഴ്വരയിലെ ഭീകരശൃംഖലകൾക്കെതിരെ ജമ്മുകശ്മീർ പോലീസ് നടപടി ശക്തമാക്കി. ജമാഅത്ത് ഇസ്ലാമി അംഗങ്ങൾ പാകിസ്ഥാനിലോ പാക് അധീന കശ്മീരിലോ ബന്ധുക്കളുള്ളവരുടെ വീടുകൾ എന്നിവിടങ്ങളിലും റെയ്ഡുകൾ നടക്കുന്നുണ്ട്. 24, ഡൽഹി. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ കുടുംബത്തിന്റെ പരാതി തള്ളിക്കൊണ്ടാണ് വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുന്നത്. അണുബാധയുണ്ടായത് ആശുപത്രിയിൽ നിന്നല്ല എന്നാണ് വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട്. മരണകാരണം സ്റ്റെഫിലോകോക്കസ് ബാക്ടീരിയയാണെന്ന് സമിതി കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘം DMEക്ക് റിപ്പോർട്ട് കൈമാറി. എന്താണ് ഇനി കുടുംബം സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നതും ശ്രദ്ധേയമാകുന്നു. റിപ്പോർട്ടിലേക്ക്. അണുബാധയുണ്ടായത് SIT ആശുപത്രിയിൽ നിന്നല്ലെന്നും സ്റ്റെഫിലോകോക്കസ് ബാക്ടീരിയയാണ് അണുബാധയ്ക്ക് കാരണമെന്നുമാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. ആശുപത്രിയിൽ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സംഗീതയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ക്രിട്ടിക്കൽ കെയർ വിഭാഗം മേധാവി ഡോക്ടർ ലത, സർജറി വിഭാഗം മേധാവി ഡോക്ടർ സജീവ് കുമാർ, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഇൻഫെഷ്യസ് ഡിസീസസ് വിഭാഗം മേധാവി ജൂബി ജോൺ എന്നിവർ സമിതിയിലെ മറ്റംഗങ്ങളായിരുന്നു. വിദഗ്ധ സമിതി ബന്ധുക്കളുടെയും ഡോക്ടേഴ്സിന്റെയും മൊഴി നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കരിക്കകം സ്വദേശി ശിവപ്രിയ പ്രസവത്തെ തുടർന്ന് മരിച്ചത്. SIT ആശുപത്രിയിൽ നിന്നാണ് അണുബാധയേറ്റത് എന്നുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബന്ധുക്കൾ. അതേസമയം മെഡിക്കൽ കോളേജിനെതിരായ ആരോപണങ്ങളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലുമധികം രോഗികൾ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് എത്തുന്നുവെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. അപ്പോൾ നമുക്ക് വരുന്ന രോഗികളെ ഒരാളെ തള്ളിക്കളയുക എന്നുള്ളൊരു നിലപാട് മെഡിക്കൽ കോളേജിനില്ല. ശരിയാണ്, നമുക്ക് ഉൾക്കൊള്ളാവുന്നതിലും അധികം രോഗികൾ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ എന്താണ് ചെയ്യുന്നത്? 1, നമ്മൾ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. 2, ചികിത്സ വികേന്ദ്രീകരിക്കുക. 24, തിരുവനന്തപുരം. ഇനി 24ന്റെ പ്രൈം ടൈം ബ്രേക്കിംഗിലേക്കാണ്. സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകളിൽ അനസ്തേഷ്യ ടെക്നീഷ്യൻസിന് പകരം യോഗ്യതയില്ലാത്തവരെ നിയമിക്കുന്നതായി പരാതി.
തിയേറ്റർ മെക്കാനിക്കുകളെ ഇതേ ജോലിക്ക് നിയോഗിക്കുന്നതായി വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. യോഗ്യതയുള്ളവർ പുറത്തു നിൽക്കുമ്പോഴാണ് അയോഗ്യർ അറിയാത്ത പണിയെടുക്കുന്നതെന്ന് ഉദ്യോഗാർത്ഥികൾ 24-നോട് പറഞ്ഞു. ഞങ്ങൾക്ക് പോസ്റ്റിംഗ് ആവുന്നത് മെഡിക്കൽ കോളേജസിലാണ്. ഇപ്പം DMEന്റെ എക്സാം വിളിച്ചിട്ട് നമുക്ക് PSC പോസ്റ്റിംഗ് ആവുന്നത് മെഡിക്കൽ കോളേജുകളിലാണ്. അപ്പം ഈ വ്യാജ ഡോക്ടർ എന്നൊക്കെ പറയുന്ന പോലെ വ്യാജ അനസ്തീഷ്യ ടെക്നീഷ്യൻസ് നമ്മുടെ മെഡിക്കൽ രംഗത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഞങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാർ ഞങ്ങളുടെ ജോലി ചെയ്യുന്നുണ്ട്. അത് പറയുകയാണെങ്കിൽ തിയേറ്റർ മെക്കാനിക് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആൾക്കാരാണ് അനസ്തീഷ്യ ടെക്നീഷ്യൻസിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ DOT AT എന്നുള്ള കോഴ്സ് കഴിഞ്ഞിട്ട് 1000-ലധികം കുട്ടികൾ പുറത്തു നിൽക്കുമ്പം ഇങ്ങനെ യോഗ്യതയില്ലാത്ത ആൾക്കാർ ഈ ജോലി ചെയ്തു വരുന്നുണ്ട്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, എങ്ങനെയാണ് ഇതിന്റെ ഒരു നിയമന പ്രക്രിയ? ഏത് തരത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി വരാനുണ്ടായ പശ്ചാത്തലം എന്താണ് നിഖിൽ പ്രമേഷ്? ശ്രീജിത്ത്, ഗുഡ് ഈവനിങ്. നമുക്ക് വലിയ അത്ഭുതം തോന്നും. ആരോഗ്യ കേരളം നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന കേരളത്തിൽ ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് തോന്നും. കാരണം ഇപ്പോൾ ഈ പറയുന്ന അനസ്തേഷ്യ ടെക്നീഷ്യന്മാർ എന്ന് പറയുന്നത് +2 കഴിഞ്ഞ് അതിൻ്റെ കോഴ്സുകളൊക്കെ പഠിച്ച ശേഷം ഈ ജോലിയിലേക്ക് വരുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഇപ്പോൾ ഈ ജോലി ചെയ്യാൻ വേണ്ടി തിയേറ്റർ മെക്കാനിക്ക് എന്ന തസ്തികയിൽ വരുന്ന 7ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം മതി എന്നിരിക്കെ ആ തസ്തികയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ ജോലി കൂടി ചെയ്യാം എന്നുള്ളൊരു ഉത്തരവ് സർക്കാർ പുറത്തിറക്കുന്നു. അതായത് ഇതിന് പറയപ്പെടുന്നത് അധിക ചിലവ് വരുന്നത് കൊണ്ട് PSC വഴി അധിക നിയമനം നടത്താൻ നിലവിലത്തെ സാഹചര്യത്തിൽ സാധിക്കാത്തത് കൊണ്ട് ഈ തിയേറ്റർ മെക്കാനിക്കുമാർ തന്നെ അനസ്തേഷ്യ ടെക്നീഷ്യന്മാരുടെ ജോലി കൂടി ചെയ്യട്ടെ എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അനസ്തേഷ്യ സംബന്ധമായ ഗൗരവകരമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നത് മതിയായ യോഗ്യതയില്ലാത്തവരാണ് എന്നുള്ളതാണ് ഈ കോഴ്സ് പഠിച്ച് പുറത്തിറങ്ങിയ ആളുകൾ ഇപ്പോൾ പറയുന്നത്. തങ്ങളെപ്പോലെ യോഗ്യരായ ആളുകൾ പുറത്തു നിൽക്കുമ്പോൾ അനർഹരായിട്ടുള്ള അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യാൻ അറിയാത്ത ആളുകളുടെ കൈകളിലേക്കാണ് വളരെ പ്രധാനപ്പെട്ട ഓപ്പറേഷനുകൾ അടക്കം നടക്കുന്നതിന് മുന്നോടിയായി അവർക്ക് അനസ്തേഷ്യ നൽകുന്നതിനൊക്കെ വേണ്ടി നിയോഗിക്കപ്പെടുന്ന ആളുകൾ എത്തപ്പെടുന്നത് എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്നത്. രോഗികളുടെ ആരോഗ്യകാര്യത്തിലും ഉപകരണങ്ങളുടെ കൈകാര്യത്തിലും ആശങ്കയുണ്ട് എന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഉപകരണങ്ങളെന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ വില വരുന്ന ഉപകരണങ്ങളാണ്. ഇതൊന്നും ഒരുപക്ഷെ ഈ ചുമതലയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഈ തിയേറ്റർ മെക്കാനിക്കുമാരായിട്ടുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അറിയാത്ത പണി അവരെ കൊണ്ട് എടുപ്പിക്കുകയാണ് ഇപ്പോൾ ആരോഗ്യ കേരളം എന്നുള്ളതാണ് ഒരു വിമർശനമായി ഉന്നയിക്കപ്പെടുന്നത്. ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള പരിഹാരം കാണണമെന്നുള്ള ആവശ്യമാണ് ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്നത്. ശരി, നിഖിൽ പ്രമേഷ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അർഹരായ ആളുകൾ പുറത്തു നിൽക്കുമ്പോൾ ഈ ജോലി അറിയാത്ത ആളുകളെ നിയമിച്ച് അവരെ കൊണ്ട് ആ ജോലി എടുപ്പിക്കുന്നു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഉയർത്തിയിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. തൃശൂർ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ തടവുകാർ ജയിൽ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച സംഭവത്തിൽ ജയിൽ അധികൃതർ പുറത്തുവിട്ട കാര്യങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ്. മാവോയിസ്റ്റ് തടവുകാരനായ മനോജിനെയും NIA വിചാരണ തടവുകാരൻ അസറുദ്ദീനെയും ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദന വിവരം പുറത്തുവരാതിരിക്കാൻ ഉദ്യോഗസ്ഥർ വ്യാജ വാർത്തയും വ്യാജ പരാതിയും നൽകി. അവശനിലയിലായ ഇരുവരെയും അതീവ രഹസ്യമായാണ് ജയിലിൽ നിന്ന് മാറ്റിയതെന്നും ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് ചെയർപേഴ്സൺ ഷൈന രൂപേഷ് 24-നോട് പറഞ്ഞു. ഇവിടെ ഈ അസറുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ഒരു തടവുകാരനുണ്ട്. അയാളെ സെല്ല് ലോക്ക് ചെയ്യുന്ന സമയത്ത് അഭിനവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വളരെയേറെ അസഭ്യം പറഞ്ഞിട്ട് മനോജ് എന്ന് പറഞ്ഞ തടവുകാരനെ മുഖത്തടിച്ചു. അതിഭീകരമായിട്ട് മണിക്കൂർ കണക്കിന് മർദ്ദിച്ചു എന്നാണ് അവരുടെ ശബ്ദവും ഇതെല്ലാം കേൾക്കുമായിരുന്നു. ഇതിനുശേഷം മനോജിനെ 7-8 പേര് ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോയിട്ട് വണ്ടിയിൽ കയറ്റിയിട്ടാണ് പൂജപ്പുരയ്ക്ക് കൊണ്ടുപോയത്. അസറുദ്ദീൻ എന്ന് പറഞ്ഞ തടവുകാരൻ വളരെ നടക്കാൻ പറ്റാതെ അടി കൊണ്ട് അവശനായിട്ട് അയാൾ ഇങ്ങനെ ഞൊണ്ടി നടന്നു പോകുന്നത് കണ്ട തടവുകാരുണ്ട്. ഈ മർദ്ദനം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ കള്ളക്കഥയാണ് ഇവരെ കൈയൊടിച്ചു എന്നുള്ളത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഉദ്യോഗസ്ഥരെ തടവുകാർ മർദ്ദിച്ചു എന്നുള്ളതാണ് നേരത്തെ പുറത്തു വന്ന വാർത്ത. അതിനങ്ങനെ ഒരു മാനം മാത്രമല്ല, അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഈ തടവുകാരെ അതിക്രൂരമായി ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്ന നിലയുണ്ടായി എന്ന മറ്റൊരു വേർഷൻ കൂടി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരികയാണല്ലോ. എന്താണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് സൂരജ് സജി? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് അതിക്രൂരമായ അതിക്രമങ്ങളാണ് ഈ ജയിലിനകത്ത് തടവുകാർക്ക് നേരെ ഉണ്ടാകുന്നതെന്നുള്ളതാണ്. 20 മണിക്കൂറിലധികം നേരം ഇവരെ തടവിൽ വെക്കുന്ന ഒരു സാഹചര്യം പോലും, അതായത് പലപ്പോഴും ഇവരെ സെല്ലിൽ നിന്ന് തുറന്നു വിടുന്നില്ല. തുടർന്ന് ഇവർ കോടതിയെ സമീപിച്ച് ഈ സെല്ലിൽ നിന്ന് കൃത്യമായി തുറന്നു വിടണം, അതായത് പകൽ സമയങ്ങളിൽ ഇവരെ തുറന്നു വിടണം എന്ന അടക്കമുള്ള ഉത്തരവുകൾ വാങ്ങിയിരുന്നു. ഇതിൽ ഉദ്യോഗസ്ഥർ പ്രകോപിതരായിരുന്നുവെന്നും അതിന്റെ തുടർച്ചയാണ് ഈ കഴിഞ്ഞ ദിവസം അരങ്ങേറിയ സംഭവം എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. സെല്ലിനകത്തേക്ക് കയറാൻ പറഞ്ഞതിൽ പ്രകോപിതരായി ഇന്നലെ
ഇതുപോലെ ഈ തടവുകാർ തങ്ങളെ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു ജയിൽ അധികൃതർ ഉന്നയിച്ച ആരോപണം. തുടർന്ന് ഈ പരിക്കേറ്റ നിലയിൽ അഭിനവ് എന്ന് പറയുന്ന പ്രിസൺ ഓഫീസർ ഈ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. പക്ഷേ അതിനു പിന്നാലെ വലിയ രീതിയിലുള്ള അതിക്രമം ഈ തടവുകാർക്ക് നേരെ ഉണ്ടായി എന്നുള്ളതാണ്. അത് മാവോയിസ്റ്റ് പ്രവർത്തകനായിരുന്ന മനോജ്, അതോടൊപ്പം തന്നെ NIA വിചാരണ തടവുകാരനായിട്ടുള്ള അസുറുദ്ദീൻ എന്നിവരെ 1.5 മണിക്കൂറിലധികം രഹസ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ സഹതടവുകാർ തന്നെ ഇന്ന് അവിടെ എത്തിയ മനുഷ്യാവകാശ പ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഇരുവരെയും സെല്ലിലെ ഇവിടെ നിന്ന് ജയിൽ മാറ്റി. ആ സമയത്ത് ഇവരെ ഉദ്യോഗസ്ഥർ താങ്ങിയെടുത്ത് കൊണ്ടുപോകുന്നത് കണ്ടു എന്ന് സഹതടവുകാർ തങ്ങളെ അറിയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഷൈന രൂപേഷ് അടക്കം പുറത്തെത്തി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ മനുഷ്യാവകാശ പ്രവർത്തകർ NIA കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അത് മനോജുമായി ബന്ധപ്പെട്ടാണ്. മനോജിന്റെ കേസ് പരിഗണിക്കുന്നത് ഈ NIA കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ട് തന്നെ മനോജിന് അടിയന്തരമായി ചികിത്സ നൽകണം. അതോടൊപ്പം തന്നെ ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്നതിൽ കോടതി വിശദീകരണം തേടണം. അതായത് കോടതി ഇവരുമായി സംസാരിക്കണം. NIA കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പോലീസിൽ പരാതി നൽകുക എന്നുള്ളതായിരുന്നു ജയിൽ ഉദ്യോഗസ്ഥരുടെ നേരത്തെയുള്ള തീരുമാനം. വകുപ്പിന്റെ ശ്രദ്ധയിലും ഇത് പെടുത്തുക എന്നുള്ളത് ജയിൽ ഉദ്യോഗസ്ഥർ ആലോചിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു വശം കൂടി, ഇങ്ങനെ ഒരു പരാതി കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ വകുപ്പ് തലത്തിൽ സമഗ്രമായ ഒരു അന്വേഷണത്തിന് സാധ്യതയുണ്ടോ സൂരജ് സജി? TK അത് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. തുടർച്ചയായി അതീവ സുരക്ഷാ ജയിലിലടക്കം ക്രൂരമായ, അതായത് പറഞ്ഞറിയിക്കാൻ ഇവർ ചൂണ്ടിക്കാണിക്കുന്ന കോടതിക്ക് പോലും ബോധ്യപ്പെട്ട കാര്യമാണ്. കാരണം 20 മണിക്കൂറിനകത്ത് ഒരു തടവുകാരനെ തുറന്നുവിടാതെ, സെല്ലിൽ നിന്ന് തുറന്നുവിടാതെ ഈ തടവുകാരെ തടങ്കലിൽ വയ്ക്കുക. അതിന് ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യം ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണ്, ഈ ജയിൽ ജീവനക്കാരുടെ എണ്ണം കുറവാണ്. അതുകൊണ്ടാണ് തങ്ങൾ ഇത്തരത്തിൽ 20 മണിക്കൂറിലധികമൊക്കെ ഈ തടവുകാരെ ജയിലിൽ വയ്ക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഇവർ കോടതിയെ സമീപിക്കുന്നു, ഒരു ഉത്തരവ് വാങ്ങുന്നു. അതിന്റെ ഒരു പ്രതികാര നടപടി തുടർച്ചയായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ തടവുകാരെല്ലാവരും തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഈ കോടതി ഇവർക്ക് അനുകൂലമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതിന് ശേഷം ചെയ്യുന്ന പരിപാടി, രാവിലെ ഇവരെ സെല്ലിൽ നിന്ന് പുറത്തിറക്കുന്നു. അതിനുശേഷം ഇവർക്ക് സാധാരണ ഈ ബാത്റൂമിൽ പോകണമെങ്കിലും അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്ക് ഈ സെല്ലിനകത്ത് മാത്രമാണ് ശുചിമുറി ഉള്ളത്. പക്ഷേ അതിന് പോലും കഴിയാത്ത തരത്തിൽ ഈ സെല്ല് പൂട്ടിയിടുന്നു. പിന്നീട് വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് ഈ സെല്ല് തുറന്നു കൊടുക്കുന്നത്. അത്തരത്തിൽ മനുഷ്യത്വരഹിതമായ സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. അങ്ങനെ അസഭ്യമായ രീതിയിൽ ഇന്നലെ ഈ സഹതടവുകാരോട് ജയിലിൽ കയറാൻ ആവശ്യപ്പെടുകയായിരുന്നു. ആ സമയത്ത് സ്വാഭാവികമായും ഈ അസുറുദ്ദീൻ അത് ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം അസുറുദ്ദീനും ഈ ഉദ്യോഗസ്ഥനും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുമ്പോൾ മനോജ് അതിൽ ഇടപെടുകയും പിന്നീട് മനോജിനോട് തന്നെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിൽ അസഭ്യമായ വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ അവിടെ ഒരു സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാകുന്നു. അത് പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഒരു വശത്ത് നിന്ന് മാത്രം ഉണ്ടായതല്ല, മാന്യമായ ഒരു പെരുമാറ്റം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതെ പോയതാണ് ഈ സംഘർഷങ്ങൾക്കിടയാക്കിയത്. പക്ഷേ അതിനുശേഷവും ക്രൂരമായ രീതിയിൽ 1.5 മണിക്കൂറിലധികം നേരം ഇവരെ മർദ്ദിച്ചുവെന്നും ആ മർദ്ദന വിവരം പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി ജയിൽ മാറ്റി എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. എന്തായാലും ഇതിൽ ഒരു സമഗ്ര അന്വേഷണം വേണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. തുടർച്ചയായി ജയിലിനകത്ത് അരങ്ങേറുന്നത് മനുഷ്യത്വരഹിതമായ നടപടികളാണെന്ന് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ജയിൽ ഉദ്യോഗസ്ഥരുടേത് വ്യാജ പരാതിയാണ്, ക്രൂരമായി മർദ്ദനമേറ്റ് തടവുകാർക്കാണ് എന്നാണ് ചില പൊതുപ്രവർത്തകർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. സൂരജ് സജീദിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കണ്ണൂർ പാനൂർ പാലത്തായി പീഡനക്കേസിൽ അധ്യാപകനും BJP നേതാവുമായിരുന്ന പത്മരാജൻ കുറ്റക്കാരനാണെന്ന് കോടതി. തലശ്ശേരി പോക്സോ അതിവേഗ പ്രത്യേക കോടതി നാളെ ശിക്ഷാവിധി പറയും. 4ാം ക്ലാസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് ശിശുദിനത്തിൽ കോടതിയുടെ നിർണായക കണ്ടെത്തൽ. 2020 ജനുവരിക്കും ഫെബ്രുവരിക്കുമിടയിൽ 3 തവണ അധ്യാപകൻ ബാത്റൂമിൽ കൊണ്ടുപോയി കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് കേസ്. 2024 ഫെബ്രുവരി 23-നാണ് കേസിന്റെ വിചാരണ ആരംഭിച്ചത്. 2025 ഓഗസ്റ്റ് 13 വരെ തുടർച്ചയായ വിചാരണയുണ്ടായി. ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. അന്വേഷണത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ പ്രോസിക്യൂഷൻ കൃത്യമായ രീതിയിൽ ഈ ഒരു കേസിൽ ഇടപെടുകയും നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തുകയും പോക്സോ ആക്ട് പ്രകാരമുള്ള അന്തിമ റിപ്പോർട്ട് കോടതിയിൽ വരികയും അതിന് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ട് ആ കുഞ്ഞിനെ സഹിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ നീതിയാണ് ഇത് എന്നാണ് ഈ ഒരു ജഡ്ജ്മെന്റിനെ പറ്റി പറയാനുള്ളത്. കേസ് അട്ടിമറിക്കുന്നു എന്ന ആരോപണത്തെ തുടർന്ന് തുടർച്ചയായി 5 അന്വേഷണ സംഘങ്ങളാണ് കേസ് അന്വേഷിച്ചത്. 10 വയസ്സുകാരി പീഡനത്തിനിരയായ വിവരം ചൈൽഡ് ലൈനിലാണ് ആദ്യം ലഭിച്ചത്. കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ പാനൂർ പോലീസ് 2020 മാർച്ച് 17-നാണ് കേസെടുത്തത്. ശിക്ഷാവിധി പരിശോധിച്ച് ശേഷം മേൽക്കോടതിയെ സമീപിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു. ശിക്ഷ നാളെയാണ് പറയുക. വിധി പഠിച്ചതിന് ശേഷം എത്രയും വേഗം മേൽക്കോടതിയെ സമീപിക്കും. അദ്ദേഹത്തിനുള്ള ജാമ്യത്തിനുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്യുന്നതാണ്. കോസ്റ്റൽ ADGP EJ ജയരാജൻ, DYSP രത്നകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കേസ് അവസാനമായി അന്വേഷിച്ചത്.
2021 മെയ് മാസം പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത്. 24 കണ്ണൂർ. പത്തനംതിട്ട കുമ്പനാട് വെർച്വൽ അറസ്റ്റിൽ നിന്ന് വയോധികനെ രക്ഷിച്ച് ഇസാഫ് ബാങ്ക് ജീവനക്കാർ. മുംബൈ പോലീസ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വയോധികനെ 2 ദിവസം തട്ടിപ്പുകാർ വെർച്വൽ അറസ്റ്റ് ചെയ്തത്. കോടതി മുറി ഉൾപ്പെടെ ഒരുക്കിയായിരുന്നു തട്ടിപ്പ്. കുമ്പനാട് ബ്രാഞ്ചിൽ നമ്മൾ 82 വയസ്സുള്ള ഒരു സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹം ഈ ഒരു സൈബർ ക്രൈമിന്റെ ഭാഗത്തിൽ പെട്ടുപോയതിന് പക്ഷേ ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള സമയോചിതമായ ഇടപെടലുകൾ നിമിത്തം അദ്ദേഹത്തിന് 18 ലക്ഷം രൂപ അതിൽ സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഫീലാണ് നമ്മൾ കോടതിയുടെയും CBIയുടെയും ഹൈക്കോർട്ടിന്റെയും അറ്റ് ദ സെയിം ടൈം അവരുടെ സീൽ ഉൾപ്പെടെയുള്ള പേപ്പറുകൾ, അറസ്റ്റ് രേഖപ്പെടുത്തുന്ന പേപ്പറുകൾ തന്നിട്ട് ഈ പറയുന്ന 18 ലക്ഷം രൂപ RBIയിൽ കെട്ടിവെക്കാൻ, അതിനുശേഷം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ വ്യക്തിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ എന്നൊക്കെയുള്ള നാടകീയമായ രംഗങ്ങളാണ് ഇതിൽ വന്നു ഭവിക്കുന്നത്. ഇപ്പം നമുക്ക് ബാങ്കിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളുള്ള ഒരു സംശയാസ്പദമായ രീതികൾ മനസ്സിലായതുകൊണ്ടാണ് നമുക്ക് റിലേറ്റീവ് മുഖേന നമ്മൾ ബാങ്കിൽ ചെയ്തു പോലീസ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാംകുമാർ, ഈ വെർച്വൽ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകൾ, അതിൻ്റെ വാർത്തകളൊക്കെ നിരന്തരം പുറത്തു വരുമ്പോഴും അതിനെതിരെ ബോധവൽക്കരണം അതിശക്തമായി നടക്കുമ്പോഴുമൊക്കെ കൂടുതൽ ആളുകൾ വീണ്ടും വീണ്ടും ഇതിൽ പെട്ടുപോകുന്നു എന്നുള്ളത് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇവിടെ എന്തായാലും ഈ ബാങ്കിൻ്റെ ഇടപെടലിനെ തുടർന്ന് അയാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? ബാങ്കിൻ്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു ശ്യാംകുമാർ? റിജിത്ത്, ഈ കേസിൽ തട്ടിപ്പിന് ഇടയാകേണ്ടിയിരുന്നത് ഒരു 82 വയസ്സുകാരനായിരുന്നു. അദ്ദേഹത്തെ മുംബൈ പോലീസ് എന്ന പേരിലാണ് വിളിച്ചത്. അവർ ഒരു കോടതിയൊക്കെ ഒരുക്കിയാണ് അദ്ദേഹത്തെ വിളിച്ചത്. മജിസ്ട്രേറ്റൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ഇദ്ദേഹം മുൻപ് ബോംബെയിൽ ജീവിച്ചിരുന്ന സമയത്ത് തുടങ്ങിയ ഒരു അക്കൗണ്ട്, ആ അക്കൗണ്ട് മറ്റൊരാൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയെന്നും അതിൽ അദ്ദേഹം ആ 82 വയസ്സുകാരനെ അറസ്റ്റ് ചെയ്തുവെന്നും പറഞ്ഞു, വിശ്വസിപ്പിച്ചു. ഒരു മുറിയിൽ നിങ്ങൾ അറസ്റ്റിലാണ് എന്ന് പറഞ്ഞ് ആ 82കാരനെ അവിടെ ഇരുത്തി. തുടർന്ന് ഈ പണം നൽകിയാൽ ഇദ്ദേഹത്തെ വിട്ടയക്കാമെന്ന് ഈ തട്ടിപ്പുകാർ പറയുകയായിരുന്നു. അതിനുവേണ്ടി വീട്ടിൽ നിന്നും പുറത്തിറങ്ങി ബാങ്ക് അക്കൗണ്ടിൽ 18 ലക്ഷം രൂപയുണ്ടെന്ന് ഈ 82കാരൻ ഇവരെ അറിയിച്ചു. അങ്ങനെ ആ 18 ലക്ഷം രൂപ പിൻവലിച്ച് അയച്ചു കൊടുക്കാനും പറഞ്ഞു. ഈ സമയം അത്രയും ഇദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ഭാര്യയെ പോലും പ്രവേശിപ്പിച്ചിരുന്നില്ല. ഏതായാലും ബാങ്കിൽ വന്ന് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ചില പെരുമാറ്റത്തിലെ വ്യത്യസ്തതകളാണ് ഈ ബാങ്ക് ജീവനക്കാരെ ഇതിൽ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ബോംബെയിലെ ഒരു അക്കൗണ്ടിലേക്കാണ് ഈ പൈസ അയച്ചു കൊടുക്കാനായിട്ട് ഇദ്ദേഹം നിർദ്ദേശിച്ചിരുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ഇതോടെ ഈ തട്ടിപ്പിനെ കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ ഈ ബാങ്ക് അധികൃതർ വിവരമറിയിക്കുകയായിരുന്നു. അവർ വിളിക്കുമ്പോഴും താൻ അറസ്റ്റിലാണ്, തനുമായി ഫോണിൽ സംസാരിക്കാൻ സാധിക്കില്ല എന്നാണ് ഇദ്ദേഹം പറയുകയും ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തത്. പിന്നീട് ബാങ്ക് അധികൃതർ ഉൾപ്പെടെ വീട്ടിലെത്തിയാണ് ഇദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ സൈബർ പോലീസിലടക്കം പരാതി നൽകിയിട്ടുണ്ട്. തുടർന്ന് ബാങ്ക് അധികൃതർ ഈ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കാനും തയ്യാറായിട്ടില്ല. ഏതായാലും തട്ടിപ്പിൽ നിന്ന് കഷ്ടിച്ചാണ് ഈ 82 വയസ്സുകാരൻ രക്ഷപ്പെട്ടത്. 18 ലക്ഷം രൂപയായിരുന്നു ഈ തട്ടിപ്പുകാർ അദ്ദേഹത്തിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നത്. ശ്യാമി, സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിലായി സമാന സ്വഭാവത്തിലുള്ള നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിലൊക്കെ പ്രതികളിലേക്ക് നേരിട്ടെത്തുക എന്നുള്ളത് വെല്ലുവിളി നിറഞ്ഞതാണ് എന്ന് നമുക്കറിയാം. അതുതന്നെയാണ് ഈ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതും. ഇതിൽ അന്വേഷണം എങ്ങനെയായിരിക്കും? സൈബർ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ എന്തെങ്കിലും സൂചനകൾ ഇതിൽ അവർക്ക് ലഭ്യമാവുന്നുണ്ടോ? അത് സംബന്ധിച്ച വിവരങ്ങൾ എങ്ങനെയാണ് ശ്യാംകുമാർ? റിജിത്ത്, ഇത്തരം തട്ടിപ്പുകാരുടെ ഒരു പ്രധാന രീതി ഒരേ സമയം ഒന്നിലധികം ഇരകളെ ലക്ഷ്യം വെക്കുക എന്നുള്ളതാണ്. അതും പ്രധാനമായും ഈ ആളുകളെ ലക്ഷ്യം വെക്കുമ്പോൾ അവരിൽ ആര് ഈ പണം കൊടുക്കാൻ തയ്യാറാകുന്നോ അവരിലേക്ക് വളരെ വേഗത്തിൽ എത്തുക എന്നുള്ളതാണ്. ഇത് പണം കൊടുക്കാൻ തയ്യാറാകാതിരിക്കുകയോ അല്ലെങ്കിൽ ഈ തട്ടിപ്പിനെ കുറിച്ച് തിരിച്ചറിയുകയോ ചെയ്യുന്നവരെ പിന്നീട് ഇവർ ഒരിക്കലും സമീപിക്കാറുമില്ല. ഏതായാലും ഈ രീതിയിൽ തന്നെയാണ് ഈ തട്ടിപ്പ് നടന്നത്. പക്ഷേ 82കാരൻ്റെ ഭാഗ്യം എന്തെന്നാൽ അത് ബാങ്കിലെത്തി ബാങ്ക് ജീവനക്കാരോട് ഇക്കാര്യം പറയുമ്പോൾ അതവർ തിരിച്ചറിയുകയും അത് തട്ടിപ്പാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഏതായാലും സൈബർ പോലീസ് അദ്ദേഹത്തെ വിളിച്ച നമ്പർ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ആ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 24 എക്സ്ക്ലൂസീവ്. PV അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനം അനിശ്ചിതത്വത്തിൽ. അൻവറിന്റെ പാർട്ടിയെ മുന്നണിയിലെടുക്കുന്നതിന് UDF യോഗം പച്ചക്കൊടി കാട്ടിയെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം വൈകുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണം പൂർത്തിയാകുന്ന ഈ മാസം 21 കഴിഞ്ഞേ കോൺഗ്രസിന്റെ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഒരു പരിധിവരെ തടസ്സങ്ങളൊക്കെ നീങ്ങി എന്നാണ് പൊതുവെ കരുതിയിരുന്നത്. അപ്പോഴും പ്രാദേശിക നേതൃത്വത്തിൻ്റെ, നിലമ്പൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാട് എന്താണ് എന്നതറിയണം എന്നൊക്കെ നേതൃത്വം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ തീരുമാനം നീണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് ശ്രീജിത്ത്? തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന UDF യോഗത്തിൽ വെച്ച് PV അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനത്തിൽ തീരുമാനമെടുക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് നൽകിയ ഉറപ്പ്.
ആ ഉറപ്പനുസരിച്ച് ഏറ്റവും ഒടുവിൽ നടന്ന UDF യോഗത്തിൽ വെച്ച് അൻവറിൻ്റെ പാർട്ടിയെ മുന്നണിയിലെടുക്കാൻ തത്വത്തിൽ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ മലപ്പുറം ജില്ലാ ഘടകത്തിൻ്റെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷം അന്തിമ തീരുമാനമെടുക്കാം. ആ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് ചുമതലപ്പെടുത്തിയാണ് UDF യോഗം സമാപിച്ചത്. എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിലെ ചർച്ചകൾ നീണ്ടുപോവുകയാണ്. കോൺഗ്രസ് മലപ്പുറത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ചും വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ അടക്കമുള്ളവരുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ ചർച്ച തുടരുകയാണ്. എന്തായാലും പെട്ടെന്നൊരു തീരുമാനമുണ്ടാകില്ല എന്ന സൂചനയാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ പുറത്തു വരുന്നത്. ഈ മാസം 21-നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അത് കഴിഞ്ഞ് മാത്രമേ PV അൻവറിൻ്റെ പാർട്ടിയെ മുന്നണിയുമായി UDFുമായി സഹകരിപ്പിക്കുന്ന അല്ലെങ്കിൽ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു തീരുമാനം വരുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും അൻവറിൻ്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു എന്നതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായ ശേഷം ഒരുപക്ഷേ തീരുമാനം അനുകൂലമായി വന്നേക്കാം. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തിടുക്കപ്പെട്ട തീരുമാനം വേണ്ട, കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുന്നു ഇതിലെന്നതൊക്കെ PV അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിർണായകമായി മാറും. കൊച്ചി കോർപ്പറേഷനിൽ LDF കൗൺസിലർ TK അഷറഫ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും. നിലവിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ TK അഷറഫ് 17ാം ഡിവിഷനിലാകും മത്സരിക്കുക. റിജിത്ത്, നിലവിൽ ഭരണസമിതിയിലുള്ള വ്യക്തിയാണ് TK അഷ്റഫ്. 2ാം വാർഡിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചതിന് ശേഷം LDFന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ പിന്തുണ പിൻവലിച്ചാണ് TK അഷ്റഫ് ഈ വട്ടം മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. 17ാം വാർഡിലാണ് UDF സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിൻ്റെ കോണി ചിഹ്നത്തിൽ TK അഷ്റഫ് മത്സരിക്കുന്നത്. നിലവിൽ ഔദ്യോഗികമായി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ പോലും TK അഷ്റഫ് മണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ 70ാം ഡിവിഷനായിരുന്നു ഇത്. പിന്നീട് വാർഡ് വിഭജനത്തിന് ശേഷമാണ് 17ാം ഡിവിഷനായി മാറിയത്. ഈ ഡിവിഷനിലാണ് TK അഷ്റഫ് കോണി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. എന്തായാലും നിലവിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ് TK അഷ്റഫ്. ആ സ്ഥാനവും ഒപ്പം തന്നെ LDFന് നൽകിയിരുന്ന പിന്തുണയും കോർപ്പറേഷനിൽ TK അഷ്റഫ് പിൻവലിച്ചിട്ടുണ്ട്. നേരത്തെ TK അഷ്റഫ് മുസ്ലിം ലീഗിൽ നിന്ന് മത്സരിച്ച് 2 തവണ നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതിനുശേഷം കഴിഞ്ഞ വട്ടം TK അഷ്റഫിന് സീറ്റ് നൽകിയിരുന്നില്ല. പിന്നീടാണ് TK അഷ്റഫ് സ്വതന്ത്രനായി മത്സരിച്ചതിന് ശേഷം LDFന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് എത്തുന്നത്. ഇതിനുശേഷമാണ് ഈ വട്ടം വീണ്ടും TK അഷ്റഫ് മുസ്ലിം ലീഗിലേക്ക് മടങ്ങിയെത്തുന്നത്. എന്തായാലും മുസ്ലിം ലീഗിൽ TK അഷ്റഫിൻ്റെ വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. ടേം വ്യവസ്ഥ പൂർത്തിയാക്കിയതിനു ശേഷം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാക്കാതിരുന്നതിനെ തുടർന്ന് കൂറുമാറിയ ആളാണ് TK അഷ്റഫ് എന്നും ഒപ്പം തന്നെ വീണ്ടും TK അഷ്റഫിനെ കോണി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിൽ നിന്ന് ഉയരുന്ന വിമർശനം. TK അഷ്റഫിന് പകരം ഒരു യുവമുഖത്തിന് ആ സീറ്റ് നൽകണമെന്നുള്ള ആവശ്യവും മുസ്ലിം ലീഗിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും TK അഷ്റഫ് നിലവിൽ 17ാം വാർഡിൽ മത്സരിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ കോണി ചിഹ്നത്തിൽ തന്നെയായിരിക്കും TK അഷ്റഫ് മത്സരിക്കുക. ശരി, റാഫി കരീം കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലം കളമാറ്റങ്ങളുടെ കൂടി കാലമാവുകയാണ്. കൊച്ചി കോർപ്പറേഷനിലെ LDF കൗൺസിലറായിരുന്ന TK അഷ്റഫാണ് ലീഗിന്റെ സ്ഥാനാർത്ഥിയായി ഇത്തവണ മത്സരിക്കാൻ പോകുന്നത്. കൊച്ചി മട്ടാഞ്ചേരി ഡിവിഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് CPI നേതാവും ഡെപ്യൂട്ടി മേയറുമായ KA അൻസിയ. അതിനിടെ തൃക്കാക്കര നഗരസഭയിൽ സീറ്റ് വിഭജനത്തിൽ LDF സമവായത്തിലെത്തി. CPI 7 സീറ്റിൽ മത്സരിക്കും. സംസ്ഥാന തലത്തിൽ ചർച്ചയായ സീറ്റ് തർക്കത്തിനാണ് ഒടുവിൽ പരിഹാരമായിരിക്കുന്നത്. സഹകരണ റോഡ്, ഹെൽത്ത് സെന്റർ സീറ്റുകളിലാണ് തർക്കം നിലനിന്നിരുന്നത്. സഹകരണ റോഡ് സീറ്റ് നിലനിർത്തിയ CPI ഹെൽത്ത് സെന്ററിന് പകരം TV സെന്ററിൽ മത്സരിക്കും. 6 സീറ്റിൽ മത്സരിച്ചിരുന്ന CPIക്ക് ഇക്കുറി 1 സീറ്റ് അധികമായി ലഭിച്ചതോടെയാണ് ധാരണയിലെത്തിയത്. തർക്കം രൂക്ഷമായതോടെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ച CPI 4 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. കോർപ്പറേഷൻ 6ാം ഡിവിഷനിലെ സ്ഥാനാർത്ഥിത്വത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചാണ് ഡെപ്യൂട്ടി മേയർ KA അൻസിയ CPIയിൽ നിന്ന് രാജിവെച്ചത്. CPIക്കെതിരെ ഗുരുതര ആരോപണങ്ങളും ഉയർത്തി. ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ എനിക്കത് വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം ഞങ്ങള് കൂടുതലായി പിന്താങ്ങിയ ആളെ പോലും തഴഞ്ഞുകൊണ്ടാണ് ഒരു വ്യക്തി കൊണ്ടുവന്ന ഒരാളെ സ്ഥാനാർത്ഥിയായി. ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന സഖാക്കളെ ഒന്ന് പരിഗണിച്ചൂടെന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. അത് ജില്ലാ കമ്മിറ്റിയാണ് എല്ലാം തീരുമാനിക്കുന്നത്. 15 പേരടങ്ങണ മണ്ഡലം കമ്മിറ്റി അംഗം, അതിലാണല്ലോ ഭൂരിപക്ഷം നോക്കുന്നത്. അതിനല്ലേ ഞങ്ങൾ മണ്ഡലം കമ്മിറ്റി മീറ്റിങ്ങുകൾ കൂടുന്നത്. അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു സ്ഥാനത്ത് ഞങ്ങൾ മീറ്റിംഗ് കൂടേണ്ട ആവശ്യമില്ലല്ലോ. അൻസിയയുടെ ആരോപണങ്ങൾ തള്ളിയ CPI ജില്ലാ സെക്രട്ടറി സ്ഥാനാർത്ഥി നിർണയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ രാജിവെക്കുന്ന സമീപനം ശരിയല്ല എന്ന് മറുപടി നൽകി. ജില്ലാ പഞ്ചായത്തിൽ 28-ൽ 18 CPIM മത്സരിക്കുന്നത്. മുളംതുരുത്തി ഡിവിഷനിൽ മത്സരിക്കുന്ന ആൻ സാറ ജോൺസൺ ആണ് പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി. 2020 മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിതമോൾ CPIMനു വേണ്ടി കോലഞ്ചേരി ഡിവിഷനിൽ നിന്ന് മത്സരിക്കും.
24 കൊച്ചി. ബീഹാറിൽ ചരിത്രജയം സ്വന്തമാക്കിയിരിക്കുന്നു NDA. ബീഹാറിൽ നിതീഷ് രാജ്. अगर उनके साथ है तो कोई माई के लाल नीतीश कुमार को सत्ता से हटाने के लिए अभी बिहार में पैसा नहीं लिया है। നാലിൽ 3 ഭൂരിപക്ഷവും കടന്ന് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൂത്തുവാരി NDA സഖ്യം. 243 സീറ്റിൽ 202 സീറ്റിലാണ് JDU, BJP, LJP സഖ്യം വിജയിച്ചത്. മഹാസഖ്യത്തിൽ RJD മാത്രമാണ് 2 അക്കം കടന്നത്. ബീഹാറിൽ മോദി നിതീഷ് മാജിക്. മഹാസഖ്യത്തെ തകർത്തെറിഞ്ഞ് NDA നേടിയത് ചരിത്ര വിജയം. 243-ൽ 200-ലേറെ സീറ്റുകൾ പിടിച്ചെടുത്താണ് JDU, BJP സഖ്യം വിജയക്കൊടി പാറിച്ചത്. SIR വോട്ടുകൊള്ള മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ആരോഗ്യം തുടങ്ങി പ്രതിപക്ഷ പ്രചാരണങ്ങളെ മറികടന്നാണ് NDAയുടെ പ്രകടനം. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും പ്രധാനമന്ത്രിയുടെ റാലികളും NDAയുടെ വിജയത്തിന് മാറ്റുകൂട്ടി. 80-ലേറെ സീറ്റിൽ വിജയിച്ചാണ് JDUവിന്റെയും BJPയുടെയും കുതിപ്പ്. കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയോളം സീറ്റുകളിൽ JDU വിജയം. BJP കഴിഞ്ഞ തവണത്തേതിനേക്കാൾ സീറ്റുകൾ കൂട്ടി. ചിരാഗ് പാസ്വാന്റെ LJP NDA വിജയത്തിന്റെ തിളക്കം കൂട്ടി. കഴിഞ്ഞ തവണ ഒറ്റ സീറ്റിലൊതുങ്ങിയ LJPക്ക് 20-ലേറെ സീറ്റിൽ ജയം. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒന്നിച്ചിറങ്ങിയിട്ടും മഹാസഖ്യത്തിന്റെ തോൽവിയുടെ ആഘാതം കുറയ്ക്കാൻ കഴിഞ്ഞില്ല. ഇത്തവണയും ദയനീയ പ്രകടനം. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും കൈകോർത്ത് നടത്തിയ വോട്ടധികാർ യാത്ര തെരഞ്ഞെടുപ്പിൽ അനുകൂലമാകുമെന്ന മഹാസഖ്യത്തിന്റെ സ്വപ്നം തകർന്നടിഞ്ഞു. NDAക്ക് ഇരട്ടിയിലേറെ സീറ്റുകൾ കുറഞ്ഞു. 60 സീറ്റിൽ മത്സരിച്ചെങ്കിലും 2 അക്കം പോലും കടക്കാനാകാതെയാണ് കോൺഗ്രസിന്റെ പതനം. കഴിഞ്ഞ തവണ 5 സീറ്റ് നേടിയ അസദുദ്ദീൻ ഒവൈസിയുടെ AIMIMനും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടിക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായില്ല. ബീഹാറിൽ നിതീഷ് കുമാർ യുഗം തുടരും. സമീപകാലത്ത് ഏറ്റവും മികച്ച പ്രകടനം നടത്തിയാണ് നിതീഷ് കുമാർ സംസ്ഥാനത്ത് അധികാരം നിലനിർത്തുന്നത്. പട്നയിലെ JDU ആസ്ഥാനത്തിന് മുന്നിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. വൻ വിജയത്തിന് പിന്നാലെ ബീഹാർ ജനതയ്ക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിൽ ഇനി ജംഗിൾ രാജ് മടങ്ങി വരില്ലെന്നും ജനങ്ങൾ വികസനത്തിനാണ് വോട്ട് ചെയ്തതെന്നും ഡൽഹി BJP ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. ബീഹാറിലെ യുവാക്കൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ശക്തമായി പിന്തുണച്ചു. ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള വിശ്വാസം ശക്തമാക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. लेकिन आज मैं फिर कहना चाहता हूं, मैं कहूंगा वापस नहीं आएगी खट्टा सरकार. अब वापस नहीं आएगी, अब वापस नहीं आएगी. बिहार के लोगों ने विकसित बिहार के लिए मतदान किया है. बिहार के लोगों ने समृद्ध बिहार के लिए मतदान किया है. साथियों, आज सिर्फ NDA की विजय ही नहीं हुई है, ये लोकतंत्र की भी विजय है. भारत के लोकतंत्र पर भरोसा करने वालों की भी विजय है. इस चुनाव ने भारत के चुनाव आयोग पर जनता के विश्वास को और मजबूत किया है. ഇന്നത്തെ വിജയം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ബംഗാളിലെയും BJP പ്രവർത്തകർക്ക് ഊർജ്ജം നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. R. അച്യുതൻ ഡൽഹി BJP ആസ്ഥാനത്തിന് മുമ്പിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്.
അച്യുതൻ, പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിൽ ആ പ്രസംഗത്തിന്റെ ഭൂരിഭാഗം സമയവും ഉപയോഗിച്ചത് കോൺഗ്രസിനെ കടന്നാക്രമിക്കാനാണ്. കോൺഗ്രസിനെ ഒപ്പം കൂട്ടിയതുകൊണ്ട് RJDക്ക് ഇത്രയും വലിയ നാണക്കേട് നേരിടേണ്ടി വന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ പ്രധാനമന്ത്രി ഉയർത്തുന്നുണ്ടായിരുന്നു. ഒപ്പം പ്രതിപക്ഷം ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയം SIR ആണ്. അതിനുള്ള SIR-നുള്ള പ്രധാനമന്ത്രിയുടെ ന്യായീകരണം, അടുത്തത് ബംഗാൾ എന്ന പ്രഖ്യാപനം. അച്യുതൻ. റിജിത്ത്, ബീഹാറിലെ ആ വിജയത്തിൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP ആസ്ഥാനത്ത് ജനങ്ങളെ, പ്രവർത്തകരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ഒപ്പം തന്നെ RJDക്കെതിരെയും കോൺഗ്രസിനെതിരെയും അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണ്. ജംഗിൾ രാജ് മടങ്ങി വരില്ല, ഇനി ബീഹാറിന്റെ മണ്ണിലേക്ക് മടങ്ങി വരില്ല എന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി പറയുകയുണ്ടായി. 2010 ശേഷം റെക്കോർഡ് വിജയം അത് ഇത്തവണ ബീഹാർ ജനത നൽകി. വികസന രാഷ്ട്രീയത്തിനൊപ്പമാണ് ബീഹാറിലെ ജനങ്ങൾ നിന്നത്. എന്നാൽ പ്രീണന രാഷ്ട്രീയത്തെ പൂർണ്ണമായും എതിർത്തു എന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. ഒപ്പം RJDയെയും കോൺഗ്രസിനെയും വിമർശിച്ച പ്രധാനമന്ത്രി സംസാരിക്കുകയുണ്ടായി. അതായത് കോൺഗ്രസ് രണ്ട് പാർട്ടികളും പ്രീണന രാഷ്ട്രീയത്തെ മുൻനിർത്തിയായിരുന്നു ഇത്രയും കാലം ബീഹാറിൽ പല പ്രവർത്തനങ്ങളും നടത്തിയത്. അവർ ബീഹാർ ജനതയ്ക്ക് വേണ്ടി ഒന്നും തന്നെ പ്രവർത്തിച്ചിട്ടില്ല. വികസനത്തെ പോലും ഇവർ എതിർത്തിരുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഇന്ന് ബീഹാറിലെ വനിതാ വോട്ടർമാരായിരുന്നാലും യുവ വോട്ടർമാരായിരുന്നാലും ഇന്ന് BJPക്കൊപ്പമാണ്, NDAക്കൊപ്പമാണ് നിലകൊള്ളുന്നത്. ഒപ്പം തന്നെ നിതീഷ് കുമാറിന്റെ ആ ഒരു നേതൃത്വത്തെ പ്രശംസിക്കുകയും പ്രധാനമന്ത്രി ചെയ്യുകയുണ്ടായി. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രണ്ട് RJDയും കോൺഗ്രസും ചേർന്ന് പലതരത്തിലുള്ള കാര്യങ്ങൾ, അതായത് വോട്ടിന് വേണ്ടി ധ്രുവീകരണം അടക്കം നടത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് പ്രധാനമായും സർക്കാർ സ്ഥാപനങ്ങളെ ആക്രമിക്കുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചീത്ത വിളിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. എന്നാൽ ഇത്തവണ വോട്ടർ ശുദ്ധീകരണം, അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ബീഹാറിലെ ജനങ്ങൾ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവിടെ ആ ഒരു ശുദ്ധീകരണം നടത്താൻ കഴിഞ്ഞു. ഇനി മറ്റിടങ്ങളിലും ഈ തീവ്ര വോട്ടർ പരിഷ്കരണം പൂർത്തിയാക്കും, ജനങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെ പൂർത്തിയാക്കും. തെറ്റായ ദിശ തെളിയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം ബീഹാറിലെ ജനങ്ങൾ നിലകൊള്ളില്ല എന്ന കൃത്യമായ സന്ദേശം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടുകൂടി നൽകി എന്നുകൂടി പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിലും തമിഴ്നാടും ബംഗാളും അസം ഉൾപ്പെടെ ഇനി തെരഞ്ഞെടുപ്പ് വരുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ബീഹാറിലെ വിജയം അവിടുത്തെ പ്രവർത്തകർക്ക് കൂടി ഊർജ്ജമാകും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി ഈ BJP ആസ്ഥാനത്ത് അഭിസംബോധനാ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ഏറെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടും മഹാസഖ്യത്തെ, ഇന്ത്യ സഖ്യത്തെ വിമർശിച്ചുകൊണ്ടുമായിരുന്നു പ്രധാനമന്ത്രിയുടെ അഭിസംബോധന. റിജിത്ത്, ഇനി നോക്കാം ശബരിമല വിശേഷങ്ങൾ. ശബരിമല മണ്ഡലകാല മകരവിളക്ക് മഹോത്സവം ആരംഭിക്കാൻ ഇനി 2 ദിവസം മാത്രമാണുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരുക്കങ്ങൾക്ക് വേഗം വളരെ കുറവാണ്. നിലയ്ക്കലിലും പമ്പയിലും മരാമത്ത് ജോലികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ശുചിമുറികളും ഇത്തവണ ഒരുങ്ങിയിട്ടില്ല. ശബരിമല നട തുറക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. പക്ഷേ ഇപ്പോഴും ഒരുക്കങ്ങൾ പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല. 2018 പ്രളയത്തിൽ തകർന്ന രാമമൂർത്തി മണ്ഡപത്തിന്റെ സ്ഥാനത്ത് തീർത്ഥാടകർക്ക് വിരിവെക്കാനുള്ള ജർമ്മൻ പന്തലിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 16-ാം തീയതി മുതൽ തന്നെ ഇത് ഭക്തർക്കായി തുറന്നു നൽകാനാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. പമ്പയിൽ വിവിധയിടങ്ങളിൽ മരാമത്ത് ജോലികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണി രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട് നേരത്തെ പൂർത്തീകരിച്ചിരുന്നു. മിനുക്കുപണികൾ മാത്രമാണ് ബാക്കിയുള്ളത്. പമ്പയിൽ പണം കൊടുത്ത് ഉപയോഗിക്കാവുന്ന ശൗചാലയങ്ങൾ ഇതിനോടകം തയ്യാറാണ്. ദേവസ്വം ബോർഡ് ക്രമീകരിക്കുന്ന ബയോ ടോയ്ലറ്റുകൾ പമ്പയിൽ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ വിവിധ സംസ്ഥാനങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നിലയ്ക്കലിൽ ഇതിനോടകം ക്രമീകരിച്ചു കഴിഞ്ഞു. സൂചനാ ബോർഡുകൾ കാട് കയറിയ അവസ്ഥയിലാണ്. ഹൈക്കോടതി അംഗീകരിച്ച 17 തീർത്ഥാടന റോഡുകളിൽ ഭൂരിഭാഗത്തിലും ഇതുവരെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയിട്ടില്ല. ചെങ്ങന്നൂർ, തിരുവല്ല എന്നിവിടങ്ങളിൽ ഇറങ്ങുന്ന തീർത്ഥാടകർ ആശ്രയിക്കുന്ന പത്തനംതിട്ട വഴിയുള്ള TK റോഡിന്റെ പണി തീരാൻ ഇനിയും ദിവസങ്ങളെടുക്കും. പമ്പയിലേക്കുള്ള പ്രധാന പാതയായ മണ്ണാറക്കുളഞ്ഞി ചാലക്കയം റോഡിന്റെ വശങ്ങളിലെ കാട് ഇതുവരെ വെട്ടിത്തെളിച്ചിട്ടില്ല. സൂചനാ ബോർഡുകൾ മിക്കതും കാട് കയറി നശിച്ച അവസ്ഥയിലാണ്.
സ്വർണ്ണക്കൊള്ള വിവാദവും ഉദ്യോഗസ്ഥ ജനപ്രതിനിധികൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരക്കിലേക്ക് കടന്നതുമാണ് മെല്ലപ്പോക്കിന് ആക്കം കൂട്ടിയത്. അതേസമയം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക വിശദീകരണം. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്നാണ് ദേവസ്വം ബോർഡ് വിശദീകരണം. പക്ഷേ പമ്പയിലെത്തി നോക്കിയാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ അയ്യപ്പന്മാരുടെ മലകയറ്റം കഠിനമാകും. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. വയനാട് മുത്തങ്ങ സർക്കാർ LP സ്കൂളിലെ ശിശുദിനം ഇത്തവണ അമ്മയ്ക്കൊപ്പമായിരുന്നു. അതിനെന്താണ് എന്ന് കരുതാൻ വരട്ടെ. അഭിനേതാക്കളുടെ സംഘടന അമ്മയാണ് കുരുന്നുകൾക്ക് സന്തോഷ വിരുന്നൂട്ടിയത്. ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായാണ് അമ്മ സംഘടനയിലെ പ്രതിനിധികൾ മുത്തങ്ങ സ്കൂളിലെത്തിയത്. കുഞ്ഞു കുഞ്ഞു പക്ഷി മെല്ലെ മെല്ലെ പറഞ്ഞു, താരപ്പകിട്ടില്ല, കുരുന്നുകൾക്കൊപ്പം ഒരു സന്തോഷപ്പകൽ. ആടിയും പാടിയും ഉല്ലസിച്ച നേരം. മുത്തങ്ങ സർക്കാർ സ്കൂളിൽ കുട്ടികൾക്കൊപ്പം വെള്ളിത്തിരയിലെ താരങ്ങൾ. ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളാണിത്. അപ്പോൾ ഈ സ്കൂളിനെ കുറിച്ച് കേട്ടപ്പം അങ്ങനെ ഒരു സർവൈവൽ നടത്തിയ സ്കൂളാണ്. അപ്പോൾ ഒരു സർവൈവലാണ് ഞങ്ങൾക്കും. ജീവിതം ഞങ്ങൾക്കൊക്കെ സർവൈവൽ അല്ലേ. വനയോര ഗ്രാമത്തിലെ കുട്ടികളെ കാണാനും അവരെ മനസ്സിലാക്കാനുമായിരുന്നു യാത്രയും ശിശുദിന വിരുന്നും. കഴിയുന്നത് എന്താണോ നമുക്ക് പറ്റുന്നത് അതിനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഒരു ആഗ്രഹം ഞങ്ങൾക്ക്. എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മളെ കൊണ്ടാവുന്ന എല്ലാം നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥ തന്നെ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അത് ഇങ്ങോട്ടേ കൂടി ഡെവലപ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ വന്നിട്ടുള്ളത്. സ്ക്രീനിൽ കണ്ടവരെ നേരിട്ട് കണ്ട സന്തോഷം കുട്ടികൾക്ക്. ഇതിനെ കൊണ്ട് ഞാൻ ഓരോ പേപ്പർ ഇങ്ങനെ കഴിപ്പിക്കുകയാണ്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നോക്ക്, വലിച്ചേ. കണ്ടറിഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിലുണ്ട്. ഇനിയും ചുരം കയറാൻ അത് മതിയെന്ന് സിനിമാ പ്രവർത്തകർ. ആടിയും പാടിയും അതൊരാഘോഷമായി മാറി. കുട്ടികൾക്കും അധ്യാപകർക്കും മാത്രമല്ല, താരസംഘടനയിലെ പ്രതിനിധികൾക്കും ആഹ്ലാദത്തിന്റെ നിമിഷം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പാലക്കാട് കൽപ്പാത്തി തെരുവുകളിൽ ഇനി രഥോത്സവത്തിന്റെ നാളുകൾ. ഉത്സവനാഥനായ കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെയും പരിവാര ദേവതകളായ ഗണപതി, സുബ്രഹ്മണ്യ സ്വാമി എന്നിവരുടെയും രഥങ്ങൾ പ്രയാണം തുടങ്ങി. ഉപനിഷത്ത് പാരായണം ആരംഭിച്ചതോടെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെ തിരുക്കല്യാണ ഉത്സവത്തിന് ഒരുക്കമായി. നാമജപങ്ങളുടെയും മംഗളവാദ്യത്തിന്റെയും അകമ്പടിയിൽ രഥാരോഹണം നടന്നതോടെ 3 ദിവസം കൽപ്പാത്തി തെരുവുകളിൽ ഉത്സവാഘോഷം. ആർപ്പുവിളികളോടെ ഭക്തർ തേരുവലിച്ചു. രണ്ടാം തേരുനാളായ 15-ന് പുതിയ കൽപ്പാത്തി മന്തക്കര മഹാഗണപതിയുടെ രഥം പ്രയാണം തുടങ്ങും. രാവിലെ 10:50-നും 11:45-നും ഇടയിലാണ് ഇവിടെ രഥാരോഹണം. ഗജവീരൻ പുതുപ്പള്ളി അർജുനൻ രഥം തള്ളാൻ കൂട്ടിനുണ്ടാകും. യന്ത്രക്കൈകളും ഉണ്ടാകും. മൊത്തം 7 രഥമാണ്. ഇതൊക്കെ കൂടി ഒന്നിട്ട് സംഭവിക്കും. 16-ാം തീയതി ഈവനിങ് ആണ്. ഈ ഭഗവാനെ കയറ്റിയ രഥത്തിൽ എഴുന്നള്ളിക്കും. എഴുന്നള്ളിച്ച് ഇവിടുന്ന് ഒരു 100 മീറ്റർ അവിടെ കൊണ്ട് നിർത്തും. പിന്നെ ഇന്നത്തെ ചടങ്ങ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് ബാക്കി എഴുന്നള്ളത്തം മുഴുവനും. ഇതിങ്ങനെ എല്ലാ ഗ്രാമവും പോകും. പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിലെയും ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലെയും രഥാരോഹണവും രഥപ്രയാണവും ഞായറാഴ്ച രാവിലെയാണ്. ഞായറാഴ്ച വൈകിട്ട് 4-ന് എല്ലാ ദേവരഥങ്ങളും ഗ്രാമവീഥികളിലുണ്ടാകും. സന്ധ്യയോടെ തേരുമുട്ടിയിൽ ദേവരഥ സംഗമം നടക്കും. ദേവീദേവന്മാർ കുടുംബസമേതം ഭക്തർക്കിടയിലേക്ക് എത്തുമ്പോൾ കൽപ്പാത്തിപ്പുഴയുടെ തീരങ്ങളിൽ ഉത്സവാഘോഷ നാളുകളാണിനി. 24 പാലക്കാട്. ആ മഹാവിജയത്തിന് ഘടകങ്ങളേറെയാണ്. മുഖ്യമന്ത്രി മഹിളാ റോസ്ഗർ പദ്ധതി ഉൾപ്പെടെ NDA വിജയത്തിന്റെ ഘടകമായി മാറി എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. RJDയുടെയും മഹാസഖ്യത്തിന്റെയും സ്വാധീന മേഖലകളിൽ NDA വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. റെക്കോർഡ് പോളിംഗ് ശതമാനം NDAക്ക് അനുകൂലമായി മാറുകയും ചെയ്തു. കഴിഞ്ഞ തവണത്തതിനേക്കാൾ 10% ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കൂടിയത്. സ്ത്രീകളിൽ 71% പേർ വോട്ട് രേഖപ്പെടുത്തി. ഇത് NDAയെ തുണച്ചു. മുഖ്യമന്ത്രി മഹിളാ റോസ്റ്റർ പദ്ധതിയിലൂടെ 10,000 രൂപ വീതം ഓരോ സ്ത്രീയുടെയും അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ച നീക്കം ഫലം കണ്ടു. ഓരോ കുടുംബത്തിലും സർക്കാർ ജോലി, സ്ത്രീകൾക്ക് പ്രതിമാസം 2,500 രൂപ തുടങ്ങി തേജസ്വി യാദവിന്റെ വാഗ്ദാനത്തെക്കാൾ ബീഹാർ ജനത വിശ്വസിച്ചത് ഡബിൾ എഞ്ചിൻ സർക്കാരിനെ. ഭോജ്പുരി മേഖല മഹാസഖ്യത്തെ കൈവിട്ടു. 21 സീറ്റാണ് ഈ മേഖലയിൽ നഷ്ടം. തിർഹത്ത്, മഗധ് മേഖലകളിലും മഹാസഖ്യത്തിന് തകർച്ച.
സീമാഞ്ചൽ മേഖലയിൽ മാത്രമാണ് മഹാസഖ്യത്തിന് പിടിച്ചു നിൽക്കാനായത്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും NDA മുന്നേറി. പിന്നാക്ക അതിപിന്നാക്ക മേഖലകളിൽ NDAക്ക് വൻ മുന്നേറ്റം. RJDയുടെ പരമ്പരാഗത കോട്ടകളിൽ NDA സഖ്യം കടന്നുകയറി. 40ഓളം മുസ്ലിം സ്വാധീന സീറ്റുകളിൽ NDAയും മഹാസഖ്യവും ഒപ്പത്തിനൊപ്പം. യാദവ ബെൽറ്റുകളിലെ NDA കുതിപ്പ് RJDയുടെ ചങ്കിടിപ്പേറ്റുന്നതാണ്. ഇലക്ഷൻ ഡെസ്ക് 24. 3 പതിറ്റാണ്ടിലേറെയായ വിജയ ഫോർമുലയായ മുസ്ലിം യാദവ് വോട്ടുകളിൽ RJDക്കുള്ള സ്വാധീനത്തിനാണ് ഇടിവുണ്ടായത്. മുസ്ലിം യാദവ് ഫോർമുലയ്ക്ക് ബദലായി NDA ഉയർത്തിക്കാട്ടിയ ഫോർമുല സ്ത്രീകളെയും അതിപിന്നാക്ക വിഭാഗങ്ങളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടായിരുന്നു. MY എന്നാൽ മുസ്ലിം യാദവ കോമ്പിനേഷൻ. 3 പതിറ്റാണ്ടായി ലാലു പ്രസാദ് യാദവ് പരീക്ഷിച്ച് വിജയിച്ച ഫോർമുല. അക്കാലം പഴങ്കഥ. ഇനി MEY എന്നാണ്. മഹിള, EBC, യൂത്ത് ഫോർമുല. നരേന്ദ്രമോദിയും നിതീഷ് കുമാറും നടത്തിയ ME പരീക്ഷണത്തിൽ മഹാവിജയം NDAയ്ക്കൊപ്പം. 3 ഘടകങ്ങളാണ് ഈ വിജയ ഫോർമുലയുടെ അടിസ്ഥാനം. നിതീഷ് കുമാറിൽ ബീഹാറിലെ സ്ത്രീ വോട്ടേഴ്സിനുള്ള വിശ്വാസം, ചിരാഗ് പാസ്വാൻ, ഉപേന്ദ്ര കുശ്വാഹ, ജിതൻ റാം മാഞ്ചി എന്നീ നേതാക്കളിലൂടെ NDAയ്ക്ക് ലഭിച്ച EBC മഹാദളിത് പിന്തുണ. RJD ജയിച്ചാൽ വികസന മുരടിപ്പിന് വഴിയൊരുങ്ങുമെന്നും അഴിമതിയും അക്രമവും കൂടും എന്നുമുള്ള പ്രചാരണം യുവാക്കളുടെ വോട്ടിന് വഴിയൊരുക്കി. മഹാസഖ്യത്തിനാകട്ടെ മുസ്ലിം യാദവ് ഫോർമുലയ്ക്കപ്പുറം മുന്നോട്ടു പോകാൻ കഴിഞ്ഞതുമില്ല. മുസ്ലിം സ്വാധീന മേഖലകളിൽ AIMIM നേട്ടമുണ്ടാക്കിയതും മഹാസഖ്യത്തിന് തിരിച്ചടിയായി. ലാലു പ്രസാദ് യാദവ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമല്ല. സമോസയിൽ ഉരുളക്കിഴങ്ങുള്ളിടത്തോളം ബീഹാറിൽ ലാലുവും ഉണ്ടാകും എന്ന ചൊല്ലും പഴഞ്ചൊല്ലായി. രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾ നടത്തുന്ന നേതാവ് എന്ന നിലയിൽ നിതീഷ് കുമാറിനെ പരിഹസിക്കുന്ന പാൽത്തൂറാം വിളിയും ഇനി പഴങ്കഥ. സദ്ഭരണത്തിന്റെ നേതാവ് എന്നർത്ഥം വരുന്ന സുശാസൻ ബാബുവായി ബീഹാർ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ തുടരും. 24 ഡൽഹി. 3-2 ഭൂരിപക്ഷത്തോടെ NDA സഖ്യം ബീഹാറിൽ അധികാരത്തിലെത്തുമ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുക എന്ന BJPയുടെ സ്വപ്നം കൂടി സഫലമാവുകയാണ്. 91 സീറ്റാണ് BJP നേടിയത്. കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ RJD ഏറെ പിന്നോക്കം പോയി. 2 അക്കം തികയ്ക്കാതെ കോൺഗ്രസ് തകർന്നടിഞ്ഞു. ബീഹാറിന് ശേഷം ബംഗാൾ എന്നാണ് BJPയുടെ പ്രഖ്യാപനം. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള സോഷ്യലിസ്റ്റ് ബീഹാറിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുക എന്നത് BJPയുടെ എക്കാലത്തെയും വലിയ ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. 2020-ൽ 74 സീറ്റാണ് BJP നേടിയത്. 75 സീറ്റ് നേടിയ RJD ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. ഇരട്ട എഞ്ചിൻ സർക്കാരിന് ദൗത്യവുമായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രചാരണം ബീഹാറിൽ ഫലം കണ്ടു. മോദി ഇഫക്റ്റ് ബീഹാറിലും BJPക്ക് മേൽക്കൈ നൽകിയെന്നാണ് വിലയിരുത്തൽ. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്ന എക്സിറ്റ് പോൾ ഫലം യാഥാർത്ഥ്യമായി. ഹിന്ദു മുന്നാക്ക വോട്ടുകളുടെ ഏകീകരണം ഉൾപ്പെടെ BJPക്ക് ഗുണം ചെയ്തു. 2020-ൽ 43 സീറ്റ് മാത്രമാണ് JDU നേടിയതെങ്കിലും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ BJP സമ്മതം മൂളി. സുശീൽ കുമാർ മോദിയെപ്പോലെ ജനസമ്മതിയുള്ള നേതാക്കളുടെ അഭാവം തിരിച്ചടിയാകാതിരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മുതിർന്ന ദേശീയ നേതാക്കളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ BJPയെ തുണച്ചു. തുടക്കത്തിൽ നിതീഷ് കുമാറിനെ ഉയർത്തിക്കാട്ടാൻ BJP തയ്യാറായിരുന്നില്ലെങ്കിലും നിതീഷ് ഫാക്ടർ നേട്ടമാകുമെന്ന വിലയിരുത്തലിൽ BJP എത്തിച്ചേർന്നു. നിതീഷ് കുമാർ തന്നെയാകും മുഖ്യമന്ത്രി എന്നുറപ്പിച്ചു പറയാൻ BJP തയ്യാറായി. ഒഡീഷ, ബീഹാർ, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ മേൽക്കൈ നേടുക എന്നത് BJPയുടെ വലിയ ലക്ഷ്യമാണ്. ഒഡീഷയിൽ ഇതാദ്യമായി ഭരണം പിടിച്ച BJP ഇപ്പോൾ ബീഹാറിലെ ഏറ്റവും വലിയ പാർട്ടിയായി. ഇനി ബംഗാളാണ് അടുത്ത ഊഴം. ന്യൂസ് ഡെസ്ക് 24. കോഴിക്കോട് വടകര ശ്രീഗോകുലം പബ്ലിക് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ജ്യോതി സുരേഷ് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. 25 വർഷമായി ഗോകുലം സ്കൂളിൽ അധ്യാപികയായിരുന്നു. നിര്യാണത്തിൽ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ അനുശോചനം അറിയിച്ചു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് കനത്ത തിരിച്ചടി. മത്സരിച്ച 33 സീറ്റുകളിൽ CPIM-ൽ 2 സീറ്റുകളിലും CPIM 1 സീറ്റുമാണ് നേടിയത്. 2020-ലെ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന്റെ ഭാഗമായി ശ്രദ്ധേയമായ വിജയം നേടിയതിനു ശേഷം ഇപ്പോഴത്തെ തിരിച്ചടി ഇടതുപക്ഷത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഈ റിപ്പോർട്ടോടെ പ്രൈം ടൈമിന്റെ സമയം പൂർത്തിയാവുകയാണ്. റിപ്പോർട്ട് കാണാം. നമസ്കാരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച ഇടതുപക്ഷം കാഴ്ചവെച്ചത് മികച്ച പ്രകടനം. മൊത്തം മത്സരിച്ച സീറ്റുകളിൽ 29 സീറ്റുകളിൽ 16 ജയിച്ചു. 55% അന്നത്തെ സ്ട്രൈക്ക് റേറ്റ്. CPIML ലിബറേഷൻ ആകെയുള്ള 19 സീറ്റുകളിൽ 12 വിജയിച്ച അന്ന് ശ്രദ്ധേയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഈ വിജയം മഹാസഖ്യത്തിന്
110 സീറ്റുകൾ നേടുന്നതിലും നിർണായകമായിരുന്നു. എന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേരിട്ടത് കനത്ത തിരിച്ചടി. ജാതി രാഷ്ട്രീയത്തിന്റെ സ്വാധീനവും NDAയുടെ ശക്തമായ പ്രകടനവും മറ്റ് പ്രാദേശിക പാർട്ടികളുമായുള്ള സീറ്റ് വിഭജനത്തിലെ പ്രശ്നങ്ങളുമെല്ലാം 2020 പ്രകടനം ആവർത്തിക്കുന്നതിൽ നിന്ന് ഇടതുപക്ഷത്തെ തടഞ്ഞതായാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അന്ന് CPIM-ഉം CPI-യും 2 വീതം സീറ്റുകളിലും ജയിച്ചു. എന്നാൽ ഇത്തവണ ഇടതു പാർട്ടികൾ 33 സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും ഏതാനും സീറ്റുകളിൽ മാത്രമേ മുന്നേറാനായുള്ളൂ. സീറ്റ് വിഭജനത്തിലുണ്ടായ തർക്കങ്ങളും ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള പല മണ്ഡലങ്ങളും കോൺഗ്രസും RJD-യും അവകാശപ്പെട്ടതുമാണ് ഇടതിന്റെ വിജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചത്. ചിലയിടങ്ങളിൽ RJD സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കെതിരെ സൗഹൃദ മത്സരത്തിനിറങ്ങിയതും വിനയായി. ഇടതുപക്ഷം കർഷകരുടെയും തൊഴിലാളികളുടെയും വർഗപരമായ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയപ്പോൾ മറ്റു കക്ഷികൾ ജാതീയമായി അണിനിരത്തി വോട്ട് നേടുന്നതിലും വിജയിച്ചു. ഇതിനു പുറമെ സാമ്പത്തിക പ്രശ്നങ്ങളും പ്രചാരണക്കുറവും ഇടതിന് ദോഷമായി മാറിയെന്നും വിലയിരുത്തലുണ്ട്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.